നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. NDA സഖ്യകക്ഷികൾ ഏതൊക്കെ സംസ്ഥാനത്ത് ഭരണത്തിലുണ്ടോ അവിടെയൊക്കെ വലിഞ്ഞു കയറി അധികാരത്തിൻ്റെ പങ്ക് പറ്റാൻ BJP നല്ലപോലെ ശ്രമിക്കാറുണ്ട്. പല സംസ്ഥാനങ്ങളിലും അത് കുളമാകാറുമുണ്ട്. എന്നാൽ പോലും BJP ആവുന്നത്ര അവിടെയൊക്കെ ഇത്തള് പോലെ പിടിച്ചു നിൽക്കാനും അവരെ മുക്കിക്കൊണ്ട് BJP വളരാനും പരമാവധി ശ്രമിക്കാറുണ്ട്. BJP അതുപോലെ ശ്രമിച്ച സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഒഡീസയിൽ നവീൻ പട്നായിക്കിൻ്റെ ഒപ്പം കൂടി BJP അവിടെ മന്ത്രിസഭ ഉണ്ടാക്കിയ കാലഘട്ടമുണ്ട്. മഹാരാഷ്ട്രയിൽ NDAയുടെ രീതിയിൽ തന്നെ ശിവസേനയും BJPയും സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ശിവസേനയെ പിളർത്തി തളർത്തി BJP വളർന്നുകൊണ്ടിരിക്കുന്നു. ആന്ധ്രയുടെ കാര്യം TDP വളരെ ബുദ്ധിപൂർവമായി BJP ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP വലിയ ശക്തിയൊന്നുമല്ലെങ്കിലും അവർ മന്ത്രിസഭയിൽ വലിഞ്ഞു കയറിയിരിക്കുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, കോൺഗ്രസിന് ശക്തമായി ഇന്ത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികൾ ഭരിക്കുന്ന അധികാരത്തിലുള്ള ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ അവർക്കും കാര്യമായ സ്വാധീനമുണ്ട് എങ്കിൽ പോലും അവരുടെ കഴിവുകേട് കാരണം മന്ത്രിസഭയിൽ അംഗമാകാതെ പോകുന്നു. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ 18 MLA-മാരുണ്ട്. അവിടെ ഒറ്റയ്ക്ക് DMK അധികാരത്തിലുണ്ട് എങ്കിലും കോൺഗ്രസിനെ ഒപ്പം ചേർക്കേണ്ടത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ്. അത് ചേർത്തിട്ടില്ല. അവിടെ കോൺഗ്രസ് അത് ശക്തമായി ഉറപ്പിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് അവരുടെ പരാജയമാണ്. കരുണാനിധിയുടെ കാലഘട്ടത്തിൽ 63 സീറ്റുകൾ കോൺഗ്രസ് ചോദിച്ചു വാങ്ങി 2011 തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലേക്ക് കൂപ്പുകുത്തിയതിനു ശേഷം പിന്നെ DMK കോൺഗ്രസുമായി വിള്ളലുണ്ടായ കാലഘട്ടവും ഉണ്ടായിരുന്നു. ബംഗാളിൽ 2011 തൃണമൂൽ കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വന്നതിനു ശേഷം പിന്നീടുണ്ടായ പൊട്ടലിലും ചീറ്റലിലും കോൺഗ്രസ് മന്ത്രിസഭ വിടേണ്ടി വന്നെങ്കിലും പിന്നീട് തൃണമൂൽ 7 അയലത്തേക്ക് അടുപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത പോരാട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് പോരാട്ടം നയിക്കുന്നത്. ബംഗാളിൽ മാത്രമല്ല, എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെ ഘടകകക്ഷിയായി കോൺഗ്രസ് നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാം. ബീഹാറിൽ 70 സീറ്റുകൾ കഴിഞ്ഞ നിയമസഭയിലുള്ളത് അതുപോലെ തന്നെയാണ് ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്നത്. അവർ നൽകുകയും ചെയ്തിരിക്കുകയാണ്. NDA സംബന്ധിച്ചിടത്തോളം BJP സഖ്യകക്ഷിയായിട്ടുള്ള ഏത് സംസ്ഥാനത്തും ചെറിയ തോതിലെങ്കിലും അവർ വളരാൻ ശ്രമിക്കുന്നത് മന്ത്രിസ്ഥാനം ചോദിച്ചുകൊണ്ട് തന്നെയെങ്കിൽ കോൺഗ്രസ് ആ ഒരു രീതി പിന്തുടരാത്തത് വലിയ തകർച്ചയിലേക്കാണ് പോകുന്നതിൻ്റെ സൂചന കാണിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ അവലംബിക്കേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2 സംസ്ഥാനങ്ങളും ഒരേ സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് രണ്ടിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം വീണ്ടും അധികാരം നിലനിർത്താനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മെച്ചപ്പെട്ട പ്രകടനത്തിലൂടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നേതാക്കളെ വിജയിപ്പിച്ചെടുക്കാൻ ഈ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉതകുന്ന രീതിയിലുള്ള പ്ലാനുമായാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ തന്നെയാണ് മഹാഗഠബന്ധനെ അധികാരത്തിൽ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടധികാർ റാലി ഉൾപ്പെടെ നടത്തി കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.